മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ധ്യാനം ചെയ്യുവാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെ മറ്റു അലോരസപ്പെടുത്തലുകൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം തന്നെ വേണം തിരഞ്ഞെടുക്കുവാൻ. നിങ്ങളുടെ മുറിക്കുള്ളിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വായു സഞ്ചാരം കൃത്യമായി നടക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കട്ടിയുള്ള ഒരു ഷീറ്റ് അല്ലെങ്കിൽ യോഗ മാറ്റ് അല്ലെങ്കിൽ പായ ഇവയിലേതെങ്കിലും വിരിച്ച് അതിന് മുകളിൽ കിടന്നുകൊണ്ട് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമാണ്. കിടക്കുവാൻ അസൗകര്യമുള്ള പക്ഷം ചാരിയിരിക്കാൻ കഴിയുന്ന കസേരയിലോ മറ്റ് ഇരിക്കുവാനുള്ള ഇരിപ്പിടത്തിലോ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റുകൾ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അവയിൽ നിന്നും ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. നീണ്ടു നിവർന്ന് നിങ്ങളുടെ മുറിക്കുള്ളിലെ വിരിച്ച പായയുടെ അല്ലെങ്കിൽ മാറ്റിൻ്റെ അല്ലെങ്കിൽ കട്ടിയുള്ള ഷീറ്റിൻ്റെ മുകളിൽ കിടക്കാവുന്നതാണ്. കിടക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ബലപ്രയോഗമില്ലാതെ കാലുകൾ അകറ്റിവെച്ച് കൈകൾ കക്ഷത്തോട് ചേരാതെ അകറ്റിവെച്ച് സമ്പൂർണമായി അയഞ്ഞ് തളർന്ന് കിടക്കുവാൻ ശ്രദ്ധിക്കുക. ഇരിക്കുകയാണെങ്കിൽ ചാരിയിരിക്കുവാൻ സൗകര്യമുള്ള ഒരു കസേരയോ മറ്റ് ഇരിപ്പിടമോ ആണെങ്കിൽ അതിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ചാരാതെ നിവർന്നിരുന്നു കൊണ്ട് ചെയ്യുകയും പിന്നീട് മെഡിറ്റേഷൻ മൂർധന്യാവസ്ഥയിലേക്ക് വരുമ്പോൾ പിന്നിലേക്ക് ചാഞ്ഞു കിടന്ന് വിശ്രമിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഇരിക്കുന്നവർ കൈകൾ മലർത്തി മടിയിൽ വയ്ക്കാം. കിടക്കുന്നവരുടെ കൈകാലുകളെല്ലാം തന്നെ അയഞ്ഞ് തളർന്ന് കിടക്കട്ടെ. ശ്വാസം അകത്തേക്ക് ദീർഘമായി എടുക്കുക. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടാം. ഇതിനിടയിൽ ഇടയ്ക്ക് ഒരു തവണ ശ്വാസമുള്ളിൽ പിടിച്ചു നിർത്തുന്നത് നല്ലതായിരിക്കും. അതിന് അസൗകര്യമുള്ളവർ അവ ഒഴിവാക്കുക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കാം. വളരെ സാവധാനം ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടാം. വീണ്ടും ഒരു ദീർഘനിശ്വാസം അകത്തേക്കെടുക്കുക. ശ്വാസം ദീർഘമായി വായിലൂടെ പുറത്തേക്ക് വിടുക. ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വെളുപ്പ് നിറമുള്ള ഇളം തണുപ്പ് കലർന്ന ദൈവിക ഊർജം അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് നിറഞ്ഞു കയറുന്നതായും ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും കറുപ്പ് നിറമുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ചൂടുള്ള ആ എനർജി പുറന്തള്ളുന്നതായും മനസ്സുകൊണ്ട് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘമായി ഒരു ശ്വാസത്തിലൂടെ ദൈവിക ഊർജം അകത്തേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവായ എനർജി അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മനസ്സിന് കൂടുതൽ വിശ്രമം അനുഭവപ്പെടുന്നു. ഓരോ തവണയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോസിറ്റീവായ ഊർജം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം കൂടുതൽ വിശ്രമത്തിലാകുന്നു. ശ്വാസം ദീർഘമായി അകത്തേക്കെടുക്കാം. ശ്വാസം സാവധാനത്തിൽ വളരെ പതുക്കെ പുറത്തേക്ക് വിടാം. മനസ്സിലിപ്പോൾ പോസിറ്റീവ് എനർജികൾ നിറയുന്നത് സങ്കല്പിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ കോശങ്ങളെല്ലാം തന്നെ പൂർണ്ണ വിശ്രമത്തിലാവുന്നു. ഇപ്പോൾ ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിക്കുക. ആദ്യം ശിരസിൻ്റെ അല്ലെങ്കിൽ തലയുടെ മധ്യഭാഗത്ത് ശ്രദ്ധ കൊണ്ടുവരൂ. ഇപ്പോൾ ശിരസിൻ്റെ മധ്യഭാഗം വിശ്രമിച്ചു തുടങ്ങി. ശിരസ് പൂർണ്ണമായും വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ശിരസ്
വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ശിരസിന് നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ വിശ്രമിച്ചു തുടങ്ങി. കൺപോളകളും കണ്ണിൻ്റെ ഉൾവശവും വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾക്ക് ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ ഊർജം നിങ്ങളുടെ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. മൂക്കിലേക്ക് കുളിർമയുള്ള വായു പ്രവേശിക്കുന്നു. മൂക്ക് വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കവിളുകളിലെ പേശികളുടെ പിരിമുറുക്കം അയയുന്നു. പേശികൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കവിളുകളിൽ നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുഖം വിശ്രമത്തിലാണ്. ചുണ്ടുകൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ചുണ്ടുകളിലും നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കീഴ്ത്താടി വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കീഴ്ത്താടിയിൽ നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നിങ്ങളുടെ കഴുത്തിലേക്ക് ശ്രദ്ധിക്കുക. കഴുത്ത് വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കഴുത്തിനും കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. കഴുത്തിലെ പിരിമുറുക്കങ്ങളെല്ലാം അയഞ്ഞ് ഇല്ലാതാവുന്നു. എല്ലാ പേശികളും ഇപ്പോൾ കഴുത്തിലെ പൂർണ്ണ വിശ്രമത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ തോളുകൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. തോളുകളിലെ എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞ് തോളുകൾ വിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തോളിൽ ഇപ്പോൾ നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നിങ്ങളുടെ വലത് കൈ, ഇടത് കൈ എന്നീ ഭാഗങ്ങളുടെ കൈമുട്ടുകൾ വിശ്രമിച്ചു തുടങ്ങി. നിങ്ങളുടെ കൈകളുടെ തണ്ട വിശ്രമിച്ചു തുടങ്ങി. കൈയുടെ ജോയിൻ്റ് വിശ്രമിച്ചു തുടങ്ങി. കൈപ്പത്തി വിശ്രമിച്ചു തുടങ്ങി. കൈവെള്ളയും വിശ്രമിച്ചു തുടങ്ങി. നിങ്ങളുടെ കൈകൾ രണ്ടും പൂർണ്ണമായി വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈകളിലും ഇപ്പോൾ നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ എനർജി നിങ്ങളുടെ നെഞ്ചിലേക്ക് പ്രവേശിക്കുന്നു. നെഞ്ച് വിശ്രമിക്കുന്നു. നെഞ്ച് വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. നെഞ്ചിൽ ഇപ്പോൾ നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. നെഞ്ചിലെ ആന്തരിക അവയവങ്ങളും വിശ്രമിക്കുന്നതായി നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നു. ക്രമേണ നിങ്ങളുടെ വയറ് വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. വയറിലും നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. വയറിലെ ആന്തരിക അവയവങ്ങൾ വിശ്രമിക്കുന്നതായി അറിയുവാൻ കഴിയുന്നു. ക്രമേണ നിങ്ങളുടെ അരക്കെട്ട് വിശ്രമിക്കുന്നു. അരക്കെട്ട് വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അരക്കെട്ടിലെ പേശികളെല്ലാം പിരിമുറുക്കങ്ങളെല്ലാം അരക്കെട്ട് വിശ്രമിക്കുകയാണ്. അരക്കെട്ടിലും നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ജനനേന്ദ്രിയങ്ങളിലേക്ക് കൊണ്ടുവരിക. എനർജി ഇപ്പോൾ ജനനേന്ദ്രിയത്തിൽ പ്രവേശിച്ചു. ജനനേന്ദ്രിയം വിശ്രമിക്കുന്നു. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനനേന്ദ്രിയങ്ങളിലും ഇപ്പോൾ നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നിങ്ങളുടെ ശ്രദ്ധ തുടകളിലേക്ക് കൊണ്ടുവരിക. തുടകൾ വിശ്രമിച്ചു തുടങ്ങി. തുടകൾ വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടയിലിപ്പോൾ നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ ശ്രദ്ധയെ കാൽമുട്ടുകളിലേക്ക് കൊണ്ടുവരിക. കാൽമുട്ടുകളിൽ ശ്രദ്ധിക്കാം. കാൽമുട്ടുകൾ വിശ്രമിക്കുന്നു. കാൽമുട്ടുകൾ വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കാൽമുട്ടുകളിൽ നേരിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നിങ്ങളുടെ കണങ്കാലുകൾ വിശ്രമിച്ചു തുടങ്ങി. കണങ്കാലുകൾ വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കണങ്കാലിൽ ഇപ്പോൾ നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കാലിൻ്റെ ജോയിൻറ്റുകൾ വിശ്രമിക്കുന്നു. കാൽപ്പത്തി വിശ്രമിക്കുന്നു. കാൽവെള്ള വിശ്രമിക്കുന്നു.
കാലിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം വിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാലിലെ ഇപ്പോൾ നേർത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ശരീരം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വിശ്രമാവസ്ഥയിലും നേരിയ തണുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥയിലാണെന്നും ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുകയാണ്. ശരീരം പൂർണ്ണമായി തണുപ്പുള്ള അവസ്ഥയിൽ വിശ്രമിക്കുന്ന ഈ വേളയിൽ നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര പോയാലോ? അതെ, നിങ്ങളെ ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഇതാ, നിങ്ങളുടെ മുറിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ മുകളിലേക്ക് പറന്ന് പറന്ന് ഉയരുകയാണ്. പട്ടണങ്ങൾ താണ്ടി, നഗരങ്ങൾ താണ്ടി നിങ്ങളുടെ വീടിന് മുകളിലൂടെ ഇപ്പോൾ നിങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽക്കൂരയും ചുറ്റുപാടുമുള്ള മറ്റു പ്രദേശങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പട്ടണവും ഗ്രാമവും നഗരവുമൊക്കെ താണ്ടി നിങ്ങളിപ്പോൾ വളരെ ദൂരെ വീടിൻ്റെ മേൽക്കൂര കാണാൻ കഴിയാത്ത അത്ര ഉയരത്തിലേക്ക് നിങ്ങൾ പറന്ന് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ മുന്നിലേക്ക് പറന്ന് കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ അതാ ഒരു പച്ചപ്പ് കാണുന്നു. അത് വീണ്ടും നിങ്ങൾ കുറച്ച് താഴേക്ക് മാറി നോക്കിയപ്പോൾ അതൊരു വനപ്രദേശമാണെന്ന് മനസ്സിലായി. ഒരു വനത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ യാത്ര. താഴേക്ക് വീണ്ടും താഴ്ന്നു നോക്കുമ്പോൾ ഓടിയൊഴുകുന്ന കാടുകൾ, അല്ലെങ്കിൽ ഓടി അകലുന്ന കാടുകൾ. നിങ്ങൾക്കൊപ്പം ഒരു കൂട്ടം ദേശാടന പക്ഷികൾ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ദേശാടന പക്ഷികളെയും മറ്റു കിളികളെയും കാണുവാൻ കഴിയുന്നുണ്ട്. ആ പക്ഷികളുടെ ചുണ്ടിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുവാനുള്ള ധാന്യങ്ങൾ കൊത്തിയെടുത്ത് കൂടണയാനായി പറക്കുന്ന പ്രകൃതിയുടെ ഐശ്വര്യമായ പക്ഷികൾ. ഇപ്പോൾ നിങ്ങൾ കാട്ടിലെ ഒരു വലിയ മലയുടെ മുകളിലൂടെ പറക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു പുഴയെ കാണുവാൻ കഴിയുന്നു. പുഴയുടെ അരികിൽ നിന്നും ദാഹമകറ്റുന്ന മാൻകൂട്ടങ്ങളും പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടങ്ങളെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൂരെ ഒരു മരപ്പൊത്തിലായി ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് തള്ളക്കിളിയുടെ ചിറകിൻ കീഴിലായി ചേർന്ന് കിടക്കുന്ന കിളിക്കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയുന്നു. അവിടെയുള്ള മരങ്ങളിലെല്ലാം മരപ്പൊത്തുകളുണ്ട്. അവിടെയെല്ലാം തള്ളക്കിളിയുടെ ചൂടുപറ്റി ചേർന്ന് കിടക്കുന്ന കിളിക്കുഞ്ഞുങ്ങളുമുണ്ട്. ആ പക്ഷികളൊക്കെയും എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. മാത്രമല്ല, എനിക്കിപ്പോൾ എന്നോടൊപ്പം പറന്നുകൊണ്ടിരിക്കുന്ന ആ ദേശാടന പക്ഷികളിലും എത്രയെത്ര സന്തോഷമാണ് അവർക്കുള്ളത്. അവരുടെ ഒത്തൊരുമയും സന്തോഷവും കാണുമ്പോൾ എനിക്ക് ആരോടും തന്നെ ശത്രുത തോന്നുന്നില്ല. എൻ്റെ ശത്രുവിനെ ഞാൻ മറക്കുവാൻ ശ്രമിക്കുന്നു. എന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ഞാൻ ക്ഷമിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കിപ്പോൾ ആരോടും ഒരു സ്പർദ്ധയും തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ മലയുടെ മുകളിലേക്ക് നിങ്ങളുടെ മനസ്സ് പറന്നിറങ്ങുകയാണ്. ആ മലയുടെ മുകളിലേക്ക് നിങ്ങൾ പറന്നിറങ്ങിക്കയറുമ്പോൾ ദൂരെ അഗാധമായ കുഴി അതിൻ്റെ മറുവശം കാണുന്നുണ്ട്. എങ്കിലും തികച്ചും പ്രകൃതി രമണീയമായൊരു സ്ഥലം. എങ്ങും മരങ്ങളും പച്ചപ്പും മാത്രം. അകലെ കുന്നിൻ മുകളിൽ നിന്നും ഒരു സുന്ദരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്നും നിങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ അകലെ ചക്രവാളത്തിൽ ചുവന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രകൃതിയുടെ തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കൊപ്പം പറന്നു വന്ന ആ ദേശാടന കിളികൾ അകലെ ചക്രവാളത്തിന് പുറത്തേക്ക് പറന്ന് അകലുന്നത്. നിങ്ങളുടെ മനസ്സു മുഴുവൻ ആ ചക്രവാളമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ മലയുടെ മുകളിൽ നിന്ന് നിങ്ങൾ പറന്ന് ഉയരുവാൻ തുടങ്ങി. താഴെയായി ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പശുവിൻ കൂട്ടങ്ങൾ പുല്ലിനായി മേഞ്ഞു നടക്കുന്നത്. നിങ്ങൾ ചക്രവാളത്തിലേക്ക് പറന്ന് ഉയരുകയാണ്. ഇപ്പോൾ
ചുറ്റും മേഘങ്ങൾ മാത്രം. മുന്നിലായി മുൻപേ പറന്നുപോയ ദേശാടന പക്ഷികളെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലായി കാണുവാൻ കഴിയുന്നുണ്ട്. ആ പക്ഷികൾക്ക് പിന്നിലാണ് നിങ്ങളുടെ യാത്ര. നിങ്ങളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തെയോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെയോ മനസ്സിൽ സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയുടെ രൂപം നിങ്ങൾക്ക് മനസ്സിൽ കാണാം. നിങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരുന്ന ആ വ്യക്തിയുടെ ചിത്രം മുന്നിൽ കാണാം. അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ മുന്നിൽ കാണാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ മേഘപാളി കാണുവാൻ കഴിയുന്നുണ്ട്. ആ മേഘപാളി മുറിച്ചു പോകവേ നിങ്ങളുടെ മുന്നിൽ ചക്രവാളം വളരെ അടുത്തു കാണാം. ചുവന്ന സൂര്യനെ നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ളതിനേക്കാൾ 100 ഇരട്ടി വലുപ്പത്തിൽ ഇപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ചക്രവാളങ്ങളും നിറയെ മയിൽപീലിത്തോട്ടങ്ങളുമാണ്. പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. മുന്നിൽ വന്ന ആ ദേശാടന പക്ഷികൾ അങ്ങിങ്ങായുള്ള മരങ്ങളിലേക്ക് പറന്നു ചെല്ലുന്നു. നിങ്ങൾ ആ ലോകത്തേക്കിറങ്ങി ചുറ്റും നോക്കുമ്പോൾ എങ്ങും പച്ചപ്പും വെള്ളച്ചാട്ടവും ചിത്രശലഭങ്ങളും മൃഗങ്ങളും പക്ഷികളുമുള്ള സുന്ദരമായ ഒരു ലോകമാണ്. ഇവിടെ കള്ളമില്ല, ചതിയില്ല. എല്ലാവർക്കും പരസ്പരം സ്നേഹം മാത്രം. ഇവിടെയുള്ള ഓരോ പക്ഷിമൃഗാദികളും ഒരു കൂട്ടായ്മയോടെയും സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് അവരുടെ ഓരോ ദിവസവും ജീവിച്ചു തീർക്കുന്നത്. ഒരു വലിയ ഗോളമായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി നിങ്ങൾ ആർദ്രമായി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളിപ്പോഴും സൂര്യന് മുന്നിൽ തന്നെ. അതിന് മുന്നിലേക്കും ഒരു പ്രകാശത്തോടെ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ, അത് നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയാകാം, നിങ്ങളുടെ ഭവനം പുതുത് പണിയുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരക രോഗത്തിൽ നിന്നുള്ള മുക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഉയർന്ന ഭാവിയാകാം. അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, ആ സ്വപ്നം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സ്വാർത്ഥകമായി എത്തുന്നത് മനസ്സിൽ കാണുക. ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ സമീപത്ത് നിങ്ങളുടെ ലക്ഷ്യം നേടുവാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അവർ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം നേടിയതിൽ നിങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ കൊടുമുടി, ആത്മാഭിമാനത്തിൻ്റെ കൊടുമുടി കയറിയ മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. ആ എത്തിയ പ്രപഞ്ചശക്തി നിങ്ങളെ കൈയുയർത്തി അനുഗ്രഹിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പ്രപഞ്ചത്തിലെ പ്രകാശരശ്മികൾ, ആ ഗോളത്തിനുള്ളിലെ പ്രകാശരശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളും രോഗങ്ങളും ആപത്തും വിഷമങ്ങളും സങ്കടങ്ങളുമെല്ലാം അകന്നകന്നു പോകുന്നു. അതോടെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവികമായ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ പോസിറ്റീവായ ഊർജം നിലനിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. മുന്നിലെ ശക്തി നിങ്ങൾക്ക് പുതുതായ ഊർജം സമ്മാനിച്ച് നൊടിയിടയിൽ അപ്രത്യക്ഷമാകുന്നു. വലിയൊരു പ്രകാശത്തോടെ ഒരു ശക്തി നിങ്ങളെ തിരികെ നിങ്ങൾ വന്ന വഴിയിലൂടെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ നിങ്ങളെ മടക്കി നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ ധ്യാനം തുടങ്ങിയപ്പോൾ ഇരുന്ന മുറിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ധ്യാനം ആരംഭിച്ചപ്പോൾ ഇരുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ പോസിറ്റീവായ ഊർജമാണ്. ഇനി നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറക്കാം. സ്ലോലി, വെരി സ്ലോലി. കിടക്കുന്നവർ കണ്ണ് തുറക്കാതെ തന്നെ എണീറ്റ് സ്വസ്ഥമായ രീതിയിലിരിക്കുക. കസേരയിലിരുന്നവർ കണ്ണ് തുറക്കാതെ നിവർന്ന് ഇരുന്നു കൊണ്ട് കൈവെള്ളകൾ നന്നായി കൂട്ടിത്തിരുമി ചൂട് പിടിപ്പിക്കുക. ശേഷം ആ കൈവെള്ളയിലെ ചൂട് കണ്ണുകളിലേക്ക്, കണ്ണിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് ചൂട് പകർന്ന് മുഖത്ത് തലോടി, കഴുത്തിൽ തലോടി, നെഞ്ചിൽ തലോടി, വയറിൽ തലോടി, അരക്കെട്ടിൽ തലോടി, നിങ്ങളുടെ തുടകളിൽ തലോടി, കാൽമുട്ടുകളിൽ തലോടി, നിങ്ങളുടെ
കണങ്കാലിലും കാൽപ്പത്തിയിലും കാൽവെള്ളയിലും തലോടി കൈകൾ ചേർത്ത് മുഖത്തിന് മുൻപിൽ പിടിച്ച് വളരെ സാവധാനം കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്ന് പുഞ്ചിരിയോടുകൂടി കൈവെള്ളയിലേക്ക് നോക്കുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.